ഹേ ആർമീസ്, മുമ്പത്തെ എപ്പിസോഡിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ജിമിൻ്റെ പേര് നമ്മൾ ഇട്ടുണ്ടായിരുന്നില്ല. നെയിം ദീപക്, ഏജ് 23. ഇനി കൂടുതൽ പറഞ്ഞ് മടിപ്പിക്കുന്ന എപ്പിസോഡ് തുടങ്ങാം. ഇതൊക്കെ എനിക്ക് സിമ്പിൾ അല്ലേ? ഇനി അവന്റെ റൂം എവിടെയാണാവോ എന്തോ. ഇതാരന്നി? ദൈവമേ, എന്നെ രക്ഷിക്ക്. എടാ, അതൊരു പെണ്ണിന്റെ ശബ്ദമല്ലേ കേട്ടത്? ആടാ, ഇനി ആ നിത്യ വന്നിട്ടുണ്ടാവോ? അവളിനി പെട്ട് കാണോ? പോടാ, ഇങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കാതെ. എന്ത് പേടിപ്പിക്കണേ? ഞാൻ സത്യം തന്നെ പറഞ്ഞു. നിന്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ടാന്ന്. വാടാ, നമുക്ക് പോയി നോക്കിയിട്ട് വരാം എന്തായാലും. അയ്യോ, ഞാൻ പെട്ടു. ഞാനെങ്ങനെ ശബ്ദം കേട്ടത്? ഏതാടി നീ? നിനക്കെന്താ ഈ നേരത്തെ ബോയ്സ് ഹോസ്റ്റലില് കാര്യം? അത് പിന്നെ എന്ത് പിന്നെ? ഓ, പറയില്ലാലേ? എന്നാ ശരി, ഈ ഹോസ്റ്റലത്തെ എല്ലാരും ചേർന്ന് ചോദിച്ചാ നീ പറയല്ലോ അല്ലേ? നിത്യ, പറയണതാണ് നിനക്ക് നല്ലത്. അയ്യോ, അതൊന്നും വേണ്ട ചേട്ടാ, ഞാൻ പറയാം. അങ്ങനെ വഴിക്ക് വാ. അത് എനിക്കെന്റെ ഫ്രണ്ട് ഒരു ഡയറി എന്നാണ്. നിനക്കെന്തായാലും വല്ല വട്ടുണ്ടാ ബോയ്സ് ഹോസ്റ്റലിൽ കാണാൻ? അറിയാതെ. എന്താ അറിയാതെ? എല്ലാം ചെയ്തും വെച്ചിട്ട് ഇറങ്ങിക്കോ. എനിക്കൊന്നും പറ്റില്ല ഈ വള്ളി കേസ് എടുത്ത് തലയിൽ വെക്കാൻ. ഇറങ്ങ. ഞാൻ ഇറങ്ങില്ല. എന്ത് ഇറങ്ങില്ലാന്ന്? എനിക്ക് തിരിച്ചെന്റെ ഹോസ്റ്റലിൽ പോണം. എന്നെ സഹായിക്കാൻ നീ വേണ്ടേ? അയ്യടാ, ആ പുതിയ മനസ്സിൽ വെച്ചാ മതി. മര്യാദക്ക് ഇറങ്ങിക്കോ. എന്നെ ചാടാൻ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ആൾക്കാരനെ വിളിച്ചു കൂട്ടും. ഞാൻ നിന്റെ പെണ്ണാണ്, നീ പറഞ്ഞാൽ ഞാൻ മതിൽ ചാടിയെന്നും പറയും. ഇതിപ്പോ വല്ലാത്ത തലവേദനയായല്ലോ. ഞാൻ രക്ഷിച്ചതും പോരാ, എനിക്കെന്നെ പണിയും തരണോ? പിന്നെ എനിക്ക് രക്ഷപ്പെടണ്ടേ? ഇതിപ്പോ വല്ലാത്ത ശല്യമായല്ലോ. നീ ഇവിടെ നിക്ക്, ഞാൻ ഒന്ന് പുറത്തു പോയി നോക്കട്ടെ. ഇവിടെ നിന്നാണല്ലോ ശബ്ദം കേട്ടത്. ആരും കാണാനല്ലോ. മക്കളെ, നിങ്ങൾ നീ സൗണ്ട് കേട്ടാ? ആ ഭാസ്കരേട്ടാ, ആരോ ഓടിയിടുന്ന പോലെ സൗണ്ട് കേട്ടു. എന്താ ഭാസ്കരേട്ടാ ഇവിടെ പ്രശ്നം? അത് മോനെ, എന്തോ പെണ്ണിന്റെ ശബ്ദം കേട്ടല്ലോ. ആ, ഓളിയിടുന്ന ശബ്ദം ഞാനും കേട്ടു. അത് ആരാണെന്ന് അറിയോ മോനെ? അതറിയോ ചേട്ടാ. എന്തായിരിക്കും? അതൊന്നും ഉണ്ടാവില്ല ഭാസ്കരേട്ടാ. തൊട്ടടുത്ത് തന്നെ ഗേൾസ് ഹോസ്റ്റലല്ലേ, ചിലപ്പോ അവിടെ നിന്നിരിക്കും. അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ സൗണ്ട് വെക്കുമോ? അതൊക്കെ കേക്കുമായിരിക്കും ഭാസ്കരേട്ടാ. അപ്പോ അതായിരിക്കും അല്ലേ? അതന്നെയായിരിക്കും ഭാസ്കരേട്ടാ. എന്നാ ശരി മോനെ. എന്തായി, പോകാൻ പറ്റുമോ? പിന്നെ പോയിക്കോ. എന്നാ ഞാൻ പോട്ടെ, ബൈ. ഇപ്പൊ പോയാൽ നീ ഹോസ്റ്റലിൽ പോവില്ല, നേരെ നിന്റെ പ്രിൻസിപ്പളിന്റെ അടുത്ത് പോകും. എന്ത്? പിന്നെ നിന്റെ ഓളി കേട്ട ഹോസ്റ്റലിലത്തെ എല്ലാരും ഇവിടെ എത്തിയിട്ടുണ്ട്.
അതാരാ നീ? വേഗം എവിടേക്ക് പോയി ഒളിക്കടി. ഹാ നീയാ? നിനക്കെന്താ ഫുഡൊന്നും വേണ്ടേ? വാ ഫുഡ് കഴിക്കാൻ പോവാം. ഹാ ഫുഡ് എനിക്ക് വേണ്ട. എന്തൊരു വയറുവേദന. വയറുവേദനയോ? അപ്പൊ കുഴിമന്തി കഴിക്കാൻ പോയാലോ പറഞ്ഞല്ലോ നീ. ആ അത് അപ്പോ ഇപ്പൊ വയറുവേദന. എന്തോ ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. എന്ത് കള്ളലക്ഷണം? ഒന്ന് പോടാ അവിടെ നിന്ന്. ശരി എന്നാ ഞങ്ങള് പോണ്. നിന്റെയും കൂടെ ഞങ്ങള് കഴിച്ചോളാം. ഹാവു രക്ഷപ്പെട്ട്. ഞാനിനി എപ്പോഴാ പുറത്ത് പോവാ? എന്തായാലും ഇനി ഇപ്പൊ ഇറങ്ങാൻ പറ്റില്ല. പിന്നെ എപ്പോ? എന്തായാലും ഒരു 11:30 ആയ ശേഷം എല്ലാവരും കഴിച്ച് റൂമിൽ പോകും. അപ്പൊ ഒന്ന് നോക്കാം. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവന്മാർക്കൊന്നും ഉറക്കമില്ലേ? ഇന്നിവരൊക്കെ എപ്പോ ഉറങ്ങാനാ? എടാ എല്ലാ സ്ഥലത്തും നോക്കി, ആ നിത്യനൊന്നും കാണാനില്ല. അവളിനിപ്പോ ഇട്ടിട്ടുണ്ടാവൂ. എന്തിനാണ് എങ്ങനെയൊക്കെ പറയണേ? ഇവന്മാരെന്താ ഇവിടെ? എടാ അവിടെ നോക്ക്, അത് അൺവിത്തേട്ടനല്ലേ? എന്താണ് നിങ്ങക്ക് ഇവിടെ കാര്യം? അത് ചേട്ടാ ഒരു വാക്കിങ് വന്നതാണ്. വാക്കിങ് ഒക്കെ മതി, റൂമിൽ പോടാ. എന്തായി? എന്താവൻ ഇന്ന് നോക്കി ആർക്കും ഉറക്കം വന്നില്ല തോന്നുന്നു. എല്ലാരും ഉണ്ട്. അയ്യോ എനിക്ക് പോണം. നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ വലിയ നേരത്ത് ബോയ്സ് ഹോസ്റ്റലിൽ കയറാൻ? എന്തായാലും ഒരു 1 മണിയാകുമ്പോ എല്ലാരും ഉറങ്ങും. 1 മണിക്കോ? അതുവരെ എന്ത് കേട്ടാനാ? 1 മണിക്ക് അലാറം വെച്ചിട്ടുണ്ട്. ഞാൻ ഇറങ്ങാൻ പോണ്. വേണേം കിടക്ക്. ഇവിടെയോ? വേണേം കിടക്ക്, ഇല്ലെങ്കിൽ അവിടെ ഇരുന്നു. ഇതാരാ ഇപ്പൊ വെച്ചേ? അയ്യോ 1 മണി. എന്താ? അതിനെ നിന്നെ എണിപ്പിക്കാൻ വന്നാണ്. നീ എണിച്ചല്ലോ, വാ പോവാ. വേഗം ചാടടി. ഇത് ഞാൻ വന്ന വഴിയല്ലല്ലോ. അവിടെ ഭാസ്കരേട്ടൻ ഉണ്ടാവും. നീ ഈ വഴി പോ. ഈ വഴിയോ? ഈ ചുമര് വല്ല കുത്തബ് മിനാർ പോലെ ഉണ്ട്. എനിക്കൊന്നും കയറാൻ പറ്റില്ല. ഓ ഞാൻ പിടിക്കാം, ഒന്ന് വേഗം കേറടി. ഒരു കാതൽ വന്നുച്ചോ, ഒരു കാതൽ വന്നുച്ചോ, ഒരു കാതൽ വന്നുച്ചോ, ഒരു കാതൽ വന്നുച്ചോ. என்னை தானே மெல்ல கொஞ்சி கொள்ளவும் முத்தம் தந்து இருக்க. ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ്.